അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള വണ്ടിപ്പിരാന്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒറ്റ മൈൻഡിൽ പുത്ത 49 സീറ്റ് പണിഞ്ഞിറക്കിയ വണ്ടിന്റെ വീഡിയോ എടുക്കാനാണ് നമ്മളിന്ന് പോണത്. വണ്ടിയാണെങ്കിൽ വേറെ ഏതുമല്ല, നമ്മളെ വൺ മൈൻഡ് ആണ്. വണ്ടിക്ക് ഈ പേരിടാന്റെ കാരണം നമ്മൾ ഒറ്റ മൈൻഡിൽ വണ്ടി ഇറക്കിയതുകൊണ്ടാണ്. നമ്മൾ നേരെ പോയത് നമ്മളെ നിലമ്പൂരിലെ പൂക്കോട്ടുംപാടത്തേക്കാണ്. അതായത് നമ്മളെ വണ്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പൂക്കോട്ടുംപാട കരുളായി ഈ ഭാഗത്താണ്. അങ്ങനെ നമ്മളെ വണ്ടി എടുത്തുകാണ്ട് നേരെ വിട്ട് നമ്മളെ റണ്ണിങ് ഷൂട്ട് എടുക്കാൻ. എന്തൊക്കെയാണെങ്കിലും നമ്മളെ വണ്ടി ഇതേപോലെ കണ്ണൊക്കെ പാടിട്ടുകാണ്ട് വരുന്ന കാണാൻ വേറൊരു ഫീലാണ്. ഈ കാണുന്ന 3 ഏട്ടനൻസന്മാരാണ് നമ്മളെ വണ്ടിന്റെ ഓണേഴ്സ്. വണ്ടിന്റെ മുതലാളിമാർ ഓലാണെങ്കിൽ നമ്മളെ വണ്ടിന്റെ മാനേജറാണ് ഈ പുറത്തേക്ക് പള്ളൊക്കെ പാടെ ചാടിക്കാണ്ട് നിൽക്കണ നമ്മളെ കുഞ്ഞുട്ടി. ഈ കാണുന്ന രണ്ടാളാണ് നമ്മളെ കുഞ്ഞുട്ടിന്റെ വലങ്കയും ഇടങ്കയും. അങ്ങനെ നമ്മൾ ചെന്നപ്പോ തന്നെ വണ്ടിന്റെ സെറ്റിംഗ്സ് ആണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഓൺ ആക്കിയത്. പൂക്കോട്ടുംപാടത്തിൽ നമ്മളെ വാപ്പാക്കാരന്റെ സൗണ്ട് ആയതുകൊണ്ട് തന്നെ മക്കളെ ഇടിക്കൊന്നൊരു കുറവുമില്ല. വണ്ടിന്റെ ഡാഷ്ബോർഡ് ചാവിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചാടി ചാടി പോണതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അമ്മാതിരിയുള്ള സബിന്റെ ഇടിയാണ് വണ്ടിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ വണ്ടിന്റെ പുറത്തുള്ള വോക്കലാണെങ്കിലോ ഉള്ളിലത്തെ ഇടിക്കനുസരിച്ചുള്ള വോക്കൽ വണ്ടിന്റെ പുറത്തേക്ക് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മളെ കുഞ്ഞുട്ടിന്റെ തള്ളു കേട്ടിട്ട് നമ്മളെ കുട്ടിന്റെ കണ്ണ് വരെ പുറത്തേക്ക് തള്ളിക്കണം. കുഞ്ഞുട്ടി ഇമാതിരി തള്ളുമ്പോ നമ്മളെ കൂട്ടത്തിലെ ഒരു മുതലാളിയാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ കൂടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. എന്തായാലും ഇമാതിരി ക്ലൈമറ്റിൽ നമ്മളെ വണ്ടിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ തകർത്തി ആയിക്കാണ്ട് എടുത്തുക്കണം. അപ്പൊ ഏതായാലും ഈ പുതുപുത്ത കൊമ്മന്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. ഏതായാലും ഇനി നമുക്ക് റോട്ടുമ്പോ കൂടി ഈ പുതുപുത്ത കൊമ്മൻ നമുക്ക് ഇനി കാണാൻ പറ്റും. ഇവരെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പേജ് നമ്മൾ ഇവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതേപോലത്തെ കിടിലം വെറൈറ്റി വണ്ടികളായിക്കാണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം.